അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വബാദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, ഇസ്ലാമിൽ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവും എന്ന വിഷയത്തിൽ ഒരല്പം നിങ്ങളോട്. നമസ്കാരം ഇസ്ലാമിലെ 5 കാര്യങ്ങളിൽ രണ്ടാമത്തേതാണ്. അത് ഇസ്ലാമിൻ്റെ നെടുന്തൂണാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ബുനിയൽ ഇസ്ലാം എന്ന ഹദീസ്, അതിൽ രണ്ടാമത്തേതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്നു. ഷഹാദത്തിന് ശേഷം, അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനത്തിന് ശേഷം ഇസ്ലാമിൽ രണ്ടാമതായി പറയപ്പെട്ടത് നമസ്കാരമാണ്. നമസ്കാരത്തെപ്പറ്റി നമുക്ക് നോക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മഹത്തരമായ സ്ഥാനം നൽകി. അല്ലാഹു സുബ്ഹാനഹു തആല മിഅ്റാജിൻ്റെ രാത്രിയിൽ പ്രവാചകന് നേരിട്ട് ഈ നമസ്കാരം നൽകുകയുണ്ടായി. നമസ്കാരം ഉമ്മത്തിൻ്റെ മേൽ നിർബന്ധമാക്കുകയുണ്ടായി. അതായത് അതിൻ്റെ മഹത്വം തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഖിയാമത്ത് ദിവസം അല്ലാഹു സുബ്ഹാനഹു തആല ഒരടിമയെ വിചാരണ ചെയ്യുന്നത് ആദ്യമായി അവൻ്റെ കർമ്മങ്ങളിൽ കൂട്ടത്തിൽ നമസ്കാരമാണ് ആദ്യം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മാ യുഹാസബുൽ അബ്ദു ഇൻദ റബ്ബിഹി അസ്സലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമയെ ആദ്യം വിചാരണ ചെയ്യുന്നത് നമസ്കാരത്തെ പറ്റിയാണ്. വൈദാ സ്വലുഹത്ത്, നമസ്കാരം നന്നായാൽ സ്വലുഹ സായിറു അമലിഹി, അവൻ്റെ എല്ലാ കർമ്മങ്ങളും നന്നായി. വൈദാ ഫസദത്ത്, അത് ചീത്തയായാലോ ഫസദത്ത് സായിറു അമലിഹി, അവൻ്റെ എല്ലാ കർമ്മങ്ങളും ചീത്തയായി. അപ്പോൾ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരാൾ തൻ്റെ രക്ഷിതാവുമായി അടുക്കാൻ താൽപ്പര്യപ്പെടുകയാണെങ്കിൽ അവനുള്ള മാർഗം നമസ്കാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഇദാ സല്ലൽ അബ്ദു, ഒരടിമ അവൻ നമസ്കരിക്കുകയാണെങ്കിൽ യുനാജി റബ്ബഹു, അവൻ്റെ രക്ഷിതാവിനോട് അവൻ സംവദിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചത് നമസ്കാരം നിലനിർത്താനാണ്. അള്ളാഹുവും പഠിപ്പിച്ചത് നമസ്കാരം നിലനിർത്താനാണ്. അഖീമിസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം എന്നത് എല്ലാം മ്ലേച്ഛമായ കർമ്മങ്ങളിൽ നിന്നും അതുപോലെ തന്നെ തിന്മകളിൽ നിന്നും തടയുന്നു. അപ്പോൾ അത് അവൻ്റെ ഈമാനിൻ്റെയും അവൻ്റെ വിശ്വാസത്തിൻ്റെയും തഖ്വയുടെയും മാനദണ്ഡമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമസ്കരിക്കുന്നവൻ അവൻ്റെ പാപങ്ങളെ എപ്പോഴും കഴുകുന്നവനെ പോലെയാണ്. ഒരാൾ അവൻ്റെ വീടുമുറ്റത്ത് ഒരു നദി ഒഴുകുകയും ആ നദിയിലൂടെ അവൻ 5 നേരങ്ങളിൽ കുളിക്കുകയും ചെയ്താൽ ഹൽ യബ്ഖ മിൻ ദർനിഹി ഫി ഷൈ, അവൻ്റെ ശരീരത്തിൽ എല്ലാ മ്ലേച്ഛതയും മലിനതയും ബാക്കിയാവുമോ എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഇല്ല പ്രവാചകരെ, അതുപോലെയാണ് 5 നേരത്തുള്ള നമസ്കാരം, അവൻ്റെ പാപങ്ങളൊക്കെയും അത് മായ്ച്ചു കളയും എന്നാണ്. അതുപോലെ തന്നെ ഒരു മുസ്ലിമിന് ഇഹലോകത്തും പരലോകത്തും അതൊരു പ്രകാശമാണ് നമസ്കാരം എന്നത്. അസ്സലാത്തു നൂർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതായത് നമസ്കാരം ഒരു പ്രകാശമാണ്. അതുപോലെ തന്നെ അവൻ നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് അവൻ ഇസ്തിആനത്ത് നടത്തുന്നത് നമസ്കാരത്തിലൂടെയാണ്. സഹായം ചോദിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. ഇസ്തഈനു ബിസ്സബ്ർ, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ വേണം. വസ്സല, അതുപോലെ തന്നെ നമസ്കാരവും വേണം. അപ്പോൾ അവൻ്റെ ഇഹലോകവും നന്നായി, പരലോകവും നന്നായി. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരവും ഈ ലോകത്ത് പരലോകത്തും അവനെ പ്രകാശം നൽകുന്ന ഒന്നാണെന്ന് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ അവൻ്റെ സ്ഥാനവും പദവിയും അതിലൂടെ ഉയർത്തപ്പെടുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, 5 നേരത്തുള്ള നമസ്കാരവും ജുമുഅയിൽ നിന്നും
മറ്റൊരു ജുമയിലേക്കുള്ള ആ ഇടവും അതിനുള്ള ഈ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ചെറിയ പാപങ്ങൾക്ക് അത് കഫാറയാണ്, പ്രായശ്ചിത്തമാണ്. അതുപോലെ തന്നെ വലിയ പാപങ്ങൾ ചെയ്യപ്പെട്ടില്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പഠിപ്പിച്ചത് നമുക്ക് സ്ഥാനം ഉയരുക തന്നെ ചെയ്യും. അവൻ്റെ സ്ഥാനം അവൻ സ്വർഗത്തിലേക്ക് എടുക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്, സ്വർഗം പ്രവേശിക്കാനുള്ള മാർഗം കൂടിയാണ് നമസ്കാരം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ നമസ്കരിക്കുകയും അവൻ്റെ നമസ്കാരത്തിലെ ഉദു നന്നാക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഖുശൂ നന്നാക്കുകയും അതിൻ്റെ റുക്കൂ നന്നാക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കുകയും ചെയ്താൽ അവൻ അതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ചു എന്താണ്, അവൻ മൻ ഹാഫള അല സലവാത്തിൽ ഖംസ്, അവൻ 5 നമസ്കാരം 5 നേരത്തിലുള്ള നമസ്കാരം നന്നാക്കിയാൽ പ്രവാചകൻ അതിൻ്റെ ഖുശൂ റുക്കൂ ഒക്കെ പറഞ്ഞതിന് ശേഷം ദഖലൽ ജന്ന എന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ അഹദുല്ലദീ ബൈനന വ ബൈനഹും അസ്സലാ, ഒരു മുന്നറിയിപ്പാണ് നമസ്കാരം ഒഴിവാക്കുന്നവർക്ക്. മുസ്ലിമിൻ്റെയും അമുസ്ലിമിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. ഫമൻ തറക്കഹ, വല്ലവനും ആ നമസ്കാരം ഒഴിവാക്കിയാൽ ഫഖദ് കഫറ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള മുന്നറിയിപ്പ് നൽകി. അങ്ങനെ പണ്ഡിതന്മാരെല്ലാവരും ഏകോപിപ്പിച്ചിരിക്കുന്നു, അവൻ കാഫിറാകും, നമസ്കാരം ഒഴിവാക്കിയാൽ അവൻ കാഫിറാകും എന്നതാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല ഇബാദത്ത് ചെയ്യാനും അവനിലേക്ക് അടുക്കാനും ഉള്ള ഒരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നമ്മുടെ മക്കൾക്കും അതിനെ പഠിപ്പിക്കാനും അത് നിലനിർത്തുകയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമായി, ഇബാദത്തായി, ആരാധനയായി അത് കൊണ്ടു നടക്കുകയും ചെയ്യുക എന്നത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചത് എന്താണ്, ഹാഫിദു അലസ് സ്വലവാത്ത്, നിങ്ങൾ നമസ്കാരം അതിനെ സംരക്ഷിക്കണം. വസ്സലാത്തുൽ ഉസ്ത, അതുപോലെ തന്നെ മധ്യമ നമസ്കാരവും. വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അള്ളാഹുവിനെ നിഷ്ഠയുള്ളവരായിക്കൊണ്ട് നിലനിൽക്കുക എന്ന് അള്ളാഹു പഠിപ്പിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലക്കും പാലിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കും പകർത്താനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ ആ കുഫറിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്.